നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാരിട്ട് അലിഞ്ഞു പോകുന്ന ക്യാരറ്റ് പുഡിങ് കഴിക്കാത്തവരുണ്ടോ? എന്നാൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടും കൂടി ഉണ്ട്. നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റില്ലേ നേരെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് ഈ ക്യാരറ്റും കുറച്ച് പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റില്ലേ അത് നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത് നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ. കാരണം ഈ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ചെറുതെന്തെങ്കിലുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് മിക്സായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പുഡിങ് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം പഞ്ചസാരനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോളി. പുഡിങ് ആകുമ്പോൾ നല്ല മധുരം വേണ്ടേ. ഇനി അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിനോ ചൈന ഗ്രാസൊക്കെ ഉപയോഗിക്കാം. കോൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കിത് നല്ലോണം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് സെറ്റായി വരുമ്പോൾ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ട്രേ അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു ക്യാരറ്റ് ഇല്ലേ അതും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് നട്ട്സും ഒക്കെ ഉള്ളതെല്ലാം കൂടി ഇട്ട് കൊടുത്തോളി. പിന്നെ കുറച്ച് കിസ്മിസോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ പിന്നെ പറയണ്ടല്ലോ, നേരെ ഫ്രിഡ്ജിൽ കയറ്റിയാൽ 1 മണിക്കൂർ ശേഷം എടുത്ത് കഴിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ നല്ല ക്യാരറ്റ് പുഡിങ്ങാണ് കിട്ടും.